ഹലോ നമസ്കാരം. ഞങ്ങളിന്ന് ഫക്കത്താനയ്ക്ക് അടുത്തുള്ള ഒരു ഫാമിലി വന്നിരിക്കുകയാണ്. സ്ട്രോബെറി പിക്കിംഗ് ആണ് നമ്മുടെ ഉദ്ദേശം. അപ്പം സ്ട്രോബെറി പറിക്കാൻ വേണ്ടി പോവുകയാണ്. ഫാമിലിക്കുള്ള എൻട്രി ഫ്രീ ആണെന്ന് തോന്നുന്നു. അപ്പം മുന്നോട്ട് പോകുമ്പോൾ നമുക്ക് പരിപാടികളൊക്കെ പറയാം. അപ്പം നമുക്ക് ഫാമിലി ഇരുന്ന് ഫാമിലെ സ്ട്രോബെറി പിക്കിംഗ് കാണാം. ഓക്കെ, സീ യു ദേർ. അങ്ങനെ ഞങ്ങൾ അതിൻ്റെ അകത്ത് എൻട്രി എടുത്തിരിക്കുകയാണ്. ഒരു ഫാമിലിക്ക് $35, ഒരു 1 to 3 പേഴ്സൺ ആണെങ്കിൽ $25, പിന്നെ 6 പേഴ്സൺ ആണെങ്കിൽ എത്രയാണ്, 60, എത്രയായിരുന്നു മറ്റെത്രയായിരുന്നു, $45. അപ്പോൾ ഒരു വലിയ പാത്രം കിട്ടും. ഓരോരോ പാത്രത്തിൽ നിന്നൊക്കെ പിക്ക് ചെയ്യാം. പിന്നെ വേണമെങ്കിൽ സാധനങ്ങളൊക്കെ തിന്നാം. സോ അപ്പോൾ നമ്മൾ അതിൻ്റെ ഉള്ളിൽ കയറിയിരിക്കുകയാണ്. നല്ല മധുരമുള്ള സ്ട്രോബെറി ഇത് ഞങ്ങൾ പൊളിക്കും. മൊത്തം തിന്ന് വയറ് നിറയ്ക്കും. നാളെ കളർ വരെ മാറ്റമായിരിക്കാം. അതെ, നമ്മുടെ ആൾക്കാരൊക്കെ നിരന്ന് സ്ട്രോബെറി പറിക്കുന്നു. എല്ലാവരും ഇങ്ങനെ നിരന്നിറങ്ങി ബാ. എല്ലാവരും ഇങ്ങനെ നിരന്നിരുന്ന് ഓരോരോ ലൈനിൽ കൂടെ വന്നേ. എല്ലാവരും ഓരോ ലൈനിൽ കൂടെ വാ. ഇതാണ് സ്ട്രോബെറി. ഇതിങ്ങനെ പറിക്കുന്നു. ഇങ്ങനെ ഇരുന്നു. സ്ട്രോബെറിൻ്റെ പെരുന്നാളാണ് ഇവിടെ. ഇത് മൊത്തം സ്ട്രോബെറിയാണ് കിടക്കുന്നത്. മൊത്തം സ്ട്രോബെറി. നിന്റെ പൊന്ന്, എന്ത് സ്ട്രോബെറി ഈശ്വര. നാളെ അപ്പിക്ക് വരെ സ്ട്രോബെറിൻ്റെ കളറായിരിക്കും. അമ്മാത് സ്ട്രോബെറി തിന്നു വയറെല്ലാം നിറഞ്ഞ്. അത് നിറഞ്ഞല്ലോടി ഓൾറെഡി. എടി, നീ അത് പാത്രമാണ് നിറയ്ക്കുന്നത് വയറാണ് നിറയ്ക്കുന്നത്? അത് മിണ്ടാനേ പറ്റുന്നില്ല. നിവ്യ അവിടെ സ്ട്രോബെറി പറിക്കാനിരിക്കുകയാണോ അതോ? പറക്ക്. നമ്മുടെ കുട്ടൂസ് അതിമനോഹരമായ സ്ട്രോബെറി പറിക്കുകയാണ്. അവിടെ ഇരുന്ന് കിടന്ന് നിന്നൊക്കെയാണ് പറിക്കുന്നത്. പറിക്കടാ, പറിക്കോ. അതിങ്ങനെ നീ മധുരമുള്ളതെന്ന് എങ്ങനെ കുട്ടൂസ് അറിയുന്നേ? ഓക്കെ, നീ ഒരു പണി ചെയ്യാ. കുഞ്ഞു നോക്കി പറക്കുക. എന്തായാലും കുഞ്ഞു നോക്കി പറയണ. കുഞ്ഞ് ആർട്ടിഫിഷ്യൽ സ്ട്രോബെറി ആണോ? അതെ, അതിൻ്റെ തൊട്ടടുത്ത് തന്നെ നമ്മൾ വീണ്ടും പോകുമ്പോൾ കൊട്ടട്ട ബ്ലാക്ക്ബെറി. അതായത് നമ്മുടെ ഈ റോഡ് സൈഡിൽ കൂടെ ഇത് ഇവിടുത്തെ കാടാണ്. കാട്ടിൽ കൂടെ മുള്ളുള്ള കാട, മൊത്തം മുള്ളാണ്. ഉണ്ടോ, മുള്ളുള്ള ചെടിയാണ്. എല്ലാവരും പറിച്ച് ഇത് ഒരുപാട് സ്ട്രോബെറി പറിച്ചിട്ടുണ്ട്. അങ്ങനെ ഞങ്ങൾ സ്ട്രോബെറി പാക്കിങ്ങും പരിപാടികളൊക്കെ കഴിഞ്ഞ്, പിക്കിങ്ങും പരിപാടികളൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ചു പോകാനുള്ള പരിപാടിയിലേക്ക് കടക്കുകയാണ്. ഇനി അടുത്ത പരിപാടി അടുത്ത സ്ഥലത്ത് വെച്ച് ചെല്ലണം. അപ്പോൾ അടുത്ത പരിപാടിയായി വീണ്ടും സന്ധിക്കുമ്പോഴേക്കും ഇവിടെ തിരുവനന്തപുരം സ്വന്തം ജസ്റ്റിൻ ഫോട്ടോഗ്രാഫി. ബൈ, സീ യു.